തിരുവോണം കളറാക്കാനുള്ള ഉത്രാട പാച്ചിലിലാണ് മലയാളികൾ. ഓണസദ്യയ്ക്കും അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനുമായുള്ള ഓട്ടത്തിലാണ് നാട് മുഴുവൻ. രാവിലെ മുതൽ തന്നെ ഓണച്ചന്തകൾ സജീവമായി കഴിഞ്ഞു. എറണാകുളത്ത് നിന്ന് സൈഫുന്നിസയും അബ്ദുൾ റഹീമും, കോഴിക്കോട് നിന്ന് സനീറ്റയും, തിരുവനന്തപുരത്ത് നിന്നും ദേവനുമാണ് ചേരുന്നത്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം അല്ലേ? അവിടെ ദേവൻ MP ഉണ്ട്. ദേവ, എന്താണ് ഉത്രാട ദിനാശംസകൾ? ആദ്യം തന്നെ എന്താണ് അവിടെ ഒരു സാഹചര്യം? തിരുവനന്തപുരം അല്ലേ, സിറ്റി അങ്ങ് ഉണർന്നു കാണും, അത്രയധികം തിരക്കുമായിരിക്കും. മഴയുണ്ടോ? ഈ മഴയൊക്കെ ഈ തിരക്കിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ? ആളുകളൊക്കെ പുറത്തിറങ്ങാൻ മടിക്കുകയാണോ, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ പുറത്തിറങ്ങി ഉത്രാട പാച്ചിലാണോ അക്ഷരാർത്ഥത്തിൽ? ആദ്യം തന്നെ ഉത്രാട ദിനാശംസകൾ. ഉത്രാട പാച്ചിലിൽ തന്നെയാണ് ആളുകൾ. രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. രാവിലെ മുതൽ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് സജീവമായിട്ടുള്ള, പ്രത്യേകിച്ചും ചാല മാർക്കറ്റ്, ഒപ്പം തന്നെ പാളയം, ഒപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പരിസരം, അങ്ങനെയുള്ള സാധാരണഗതിയിൽ ഈ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ഇടങ്ങളിലെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ 10 മണിയോടുകൂടി അടുത്തോടുകൂടി തന്നെ കുറച്ചുകൂടി ഈ കടകളെല്ലാം തന്നെ കുറച്ചുകൂടി തുറന്നു. അവിടെയെല്ലാം വീണ്ടും ഈ തിരക്കായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ ചാല മാർക്കറ്റിൽ വന്ന സമയത്ത് ആദ്യം വന്ന ദിവസം നമുക്ക് ഇവിടെ സ്വതന്ത്രമായി നടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ, പിന്നീട് നമ്മൾ രണ്ടാമത് കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കും അല്പം തിരക്കുണ്ടായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഈ റിപ്പോർട്ടിങ്ങിനായിട്ട് ഇതിലേക്കൂടെ ഒന്ന് നടന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ബുദ്ധിമുട്ടാണ്. കാരണം അത്രയധികം വാഹനങ്ങൾ, ഈ മലക്കറികൾ വാങ്ങാൻ വരുന്ന ആളുകളുടെ വാഹനങ്ങൾ, ഒപ്പം തന്നെ നടന്നു പോകുന്ന ആളുകൾ, അങ്ങനെ ഈ തിരക്ക് നമുക്കൊരു പറയുന്നതിനും അപ്പുറമാണ്. കാരണം ഇതിലേക്കൂടെ നമുക്ക് സ്വതന്ത്രമായി ഒന്ന് നടന്ന് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള തിരക്ക് തന്നെയാണ്. പക്ഷേ ഏതായാലും തിരക്ക് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ചും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു പ്രതീക്ഷ കൂടിയാണ് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പിന്നെ രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഒരു ചെറിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. രാവിലെ ചെറിയ രീതിയിൽ ഒരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ അല്പനേരം ഒന്ന് മഴ പെയ്തു. പക്ഷേ വടക്കൻ കേരളത്തിലൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ അതിശക്തമായൊരു മഴ എന്തായാലും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിലോ ഒന്നുമില്ല. അത് താൽക്കാലിക ആശ്വാസമാണ്. പക്ഷേ നാളെ എല്ലാം തന്നെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ആശങ്ക ഏതായാലും ഇപ്പോഴും ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രധാന ഐറ്റം സദ്യക്കുള്ള നമ്മൾ മലക്കറിയും കാര്യങ്ങളും എല്ലാം പറയുന്ന പോലെ തന്നെയാണ്. പ്രധാന ഐറ്റം വാഴയിലയാണ്. നമുക്കറിയാം ഇപ്പം പല വീടുകളിലും ഈ പറയുന്ന പോലെ തന്നെ വാഴയിലേക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അത്രയധികം സ്ഥലം ഒന്നും ഇപ്പം നമുക്ക് വീടുകളിലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പലരും ഈ പറയുന്ന പോലെ ഒന്നുകിൽ മാർക്കറ്റിൽ നിന്ന് വാഴയില വാങ്ങും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ തന്നെ വാഴയിലകളൊക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും ഈ ഇല ഇന്നിപ്പോൾ നമ്മുടെ ചാല മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ യഥേഷ്ടം വാങ്ങാൻ പറ്റും. പക്ഷേ വില ഒരല്പം ഉണ്ട്. എത്ര വില ഇപ്പം? നമ്മൾ 10 രൂപ വെച്ച് കൊടുക്കണം. 10 രൂപ മുതൽ 20 രൂപ വരെ ഉണ്ട് വില അല്ലേ? റോട്ടിലേക്ക് 20 രൂപ വെച്ച് കൊടുക്കണം. 20 രൂപയ്ക്ക് വെച്ച്. ഇവിടുന്ന് ഇലയൊക്കെ കിട്ടിയിരിക്കുന്നത്? ഇല എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ വാഴയില ഈ സമയത്തേക്ക് ഇവിടെ എത്തുന്നതാണ്. അതുകൊണ്ട് ഇപ്പം ഈ 10 രൂപ മുതൽ 20 രൂപ വരെയാണ് ഒരു വാഴയിലയുടെ വില എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പച്ചക്കായാണ്. അതും ഈ പറയുന്ന പോലെ നാളെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുമ്പം അതും ഒരു പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ്. ഇപ്പം ഈ ഉപ്പേരി ഉണ്ടാക്കാനുള്ള കായല്ലേ ഇത്? എങ്ങനെയുണ്ട് വില? വില കൂടിയിലാണ് ഇപ്പോഴും. സാധാരണ ഇപ്പോൾ കിട്ടാൻ ഷോർട്ടേജ് ആണ്. അതുകൊണ്ടാണ് വില കൂടി. ഇപ്പം എത്ര കിലോ? ഇപ്പോൾ കിലോ 80 ആണ്. കഴിഞ്ഞ ദിവസമൊക്കെ എത്രയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം 70-75 ഇഞ്ചൻ. അതെ, ഇതേ വില. ഇന്നലെ മെനഞ്ഞാന്നൊക്കെ കുറച്ചുകൂടെ വില കുറവായിരുന്നോ? 5 രൂപ കുറയും, ഇത്രേ ഉള്ളൂ. 5 രൂപ അതിപ്പോൾ ഡിമാൻഡ് കൂടി ഷോർട്ട് ആയല്ലേ? ഷോർട്ടേജ് ആയതുകൊണ്ടാണ് ഈ സാധനം വില കൂടാൻ കാര്യം. സാധനം ഉൽപ്പാദനം സ്വല്പം ഈ മഴ കാലാവസ്ഥയിൽ കുറച്ച് വ്യതിയാനം വന്നു വെച്ചു. അതിൽ വന്ന തകരാറാണ് ഈ ഷോർട്ടേജ് വരാൻ കാരണം. അപ്പോൾ അല്ലെങ്കിൽ സാധനം ഇത് വന്നാൽ ഇത് ഓണം കഴിഞ്ഞാൽ വില കുറയും. അപ്പോൾ ഈ സാധനം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പച്ചക്കായാണ് ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ വില 80 രൂപയായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു 70 രൂപ, 65 രൂപ ആ രീതിയിലൊക്കെ ആയിരുന്നു വില ഉണ്ടായിരുന്നത്. അതുപോലെ ഈ ഉത്രാട ദിനമായപ്പോഴത്തേക്കും ആ ഒരു വിലയിൽ ഒരു ഗണ്യമായ ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി ഐറ്റങ്ങളാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിലയിൽ അല്പം വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പ്രധാനമായും ഇഞ്ചി, ഒപ്പം തന്നെ നമ്മുടെ ഈ തൊണ്ടൻ മുളക് പോലുള്ള സാധനങ്ങൾക്കെല്ലാം തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചിട്ട് വലിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിൽ നമുക്ക് തിരക്ക് കാണാൻ പറ്റും. വില വർധനവൊക്കെ ഉണ്ട്, അതെല്ലാം ശരി തന്നെ. പക്ഷേ നമുക്ക് ഓണം കളറാക്കിയേ പറ്റത്തുള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെയായാലും നമ്മൾ ഓണം ആഘോഷിച്ചിരിക്കും. ആ ഒരു വിലക്കയറ്റം ഒന്നും നമ്മളെ അങ്ങനെ നേരിട്ട് എന്താ പറയുന്നത് സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കില്ല. ചേട്ടാ, തൊണ്ടമുളക് ഇപ്പം എത്ര വില? എത്ര? 400.
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 250 ആ ഒരു റേഞ്ചിൽ നിന്ന സാധനമായിരുന്നു. ഇപ്പം 400 രൂപയായിട്ടുണ്ട് കിലോ. അങ്ങനെ ഒറ്റയടിക്കാണ് വില മാർക്കറ്റിൽ കയറിയിരിക്കുന്നത്. നിന്ന് അത് ദേവനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വില കൂടുതലുണ്ട്, പക്ഷെ അതൊന്നും ആളുകൾ അങ്ങനെ വകവയ്ക്കുന്നില്ല. എല്ലാവരും ഓണം ആഘോഷിക്കും, ഒരു ഓണമല്ലേ ഉള്ളൂ. ആ ഓണം നന്നായി ആഘോഷിക്കുവാൻ വേണ്ടി ആളുകളൊക്കെ അങ്ങോട്ട് എത്തുന്നു, സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇതാ വിലയൊക്കെ കഴിഞ്ഞ ദിവസത്തെയും ഈ ദിവസത്തെയും ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ദേവൻ പറയുന്നു ഇരട്ടിയിലധികം വില ചിലതിനൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിലും ആളുകൾ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. നമുക്ക്